ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട. ബിജാപൂർ, കാങ്കർ മേഖലകളിലുണ്ടായ ഏറ്റുമുട്ടലിൽ 22 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചു. AK-47 തോക്കുൾപ്പെടെയുള്ള ആയുധശേഖരം പിടിച്ചെടുത്തു. 2026ഓടെ മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും കീഴടങ്ങാത്ത ഭീകരർ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിൽ കുറിച്ചു. ഛത്തീസ്ഗഡിൽ ബീജാപൂർ, കാങ്കർ മേഖലകളിലാണ് ഇന്ന് രാവിലെ മുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും കമ്മ്യൂണിസ്റ്റ് ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ബീജാപൂർ ദന്തേവാഡ അതിർത്തിയിൽ വനമേഖലയിൽ CRPFും സ്പെഷ്യൽ സ്ക്വാഡും പരിശോധന നടത്തുന്നതിനിടയിലാണ് മാവോയിസ്റ്റ് ഭീകരർ വെടിയുതിർത്തത്. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ 18 ഭീകരർ കൊല്ലപ്പെട്ടു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചു. കാങ്കർ മേഖലയിൽ ഏറ്റുമുട്ടലിൽ 4 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. AK-47 തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും പരിശോധന തുടരുകയാണെന്നും ബസ്തർ IGP सुंदर राज അറിയിച്ചു. अलग अलग क्षेत्र में अभियान संचालित किए जा रहे थे. इस सिलसिला में जिला बीजापुर, सुकमा और दंतेवाड़ा का सीमा और इलाका में पश्चिम बस्तर डिवीजन माओवादी कैडर के विरुद्ध में एक अभियान संचालित किए जा रहे थे. इसमें प्रातः 7 बजे से लगातार अनेक बार माओवादी और सुरक्षा बल के बीच में मुठभेड़ हुई. मुठभेड़ के पश्चात अब तक 18 माओवादियों का डेड बॉडी रिकवर किए गए थे और काफ़ी बड़ी मात्रा में AK-47 इस प्रकार का ऑटोमेटिक सेमी ऑटोमेटिक वेपन भी बरामद किए गए थे. ബീജാപൂർ, കാങ്കർ, നാരായൺപൂർ തുടങ്ങി മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഛത്തീസ്ഗഡിൽ ഫെബ്രുവരിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ മാത്രം 31 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു. ശക്തമായ നടപടിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും 2026 മാർച്ചോടെ ചുവപ്പൻ ഭീകരത രാജ്യത്തു നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിൽ കുറിച്ചു. ആയുധം വെച്ച് കീഴടങ്ങാത്ത ഭീകരർ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം, ഡൽഹി.